പ്രിയമുള്ളവരെ, ഏവർക്കും ഗുഡ്നസ് ടിവിയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാൻ യുദ്ധം വളരെയധികം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷം എന്തും സംഭവിക്കാമെന്നുള്ള വിചാരത്തോടുകൂടിയും ആ ഒരു മനോഭാവത്തോടുകൂടിയാണ് രണ്ട് രാഷ്ട്രങ്ങളിലെ ജനങ്ങളും കൂടുന്നത്. മാത്രമല്ല, അയൽ രാജ്യങ്ങളും വളരെ ഭീതിയാർന്ന അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് ഓരോ രാജ്യങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ അവിടെ ജോലിക്ക് പോയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും വളരെ ആകാംക്ഷയോടും വളരെ ജിജ്ഞാസയോടും കൂടെ കഴിയുകയാണ്. ഇപ്പോൾ നമുക്ക് ഇസ്രായേലിൽ നിന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ പല മാധ്യമങ്ങളും തെറ്റായ വാർത്തകൾ പലപ്പോഴും കൊടുത്ത് ആളുകൾക്ക് വളരെ ഭയമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്റെ സ്വന്തം നാട്ടുകാരനും എന്റെ അടുത്ത പ്രിയപ്പെട്ടവനുമായിട്ടുള്ള അലക്സ് തോമസ് സാറ്, അദ്ദേഹം ഇസ്രായേലിൽ ദീർഘവർഷങ്ങളായിട്ട് ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തെ നമുക്കിന്ന് നേരിൽ ഇസ്രായേലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം നമ്മളോട് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. അലക്സ് ചേട്ടാ, അവിടുത്തെ അവസ്ഥകൾ ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥകള് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. ഇന്ന് രാവിലെ ഇറാന്റെ മിസൈലുകൾ കുറെ വന്നിരുന്നു. എല്ലാം ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പൊട്ടിച്ചു കളഞ്ഞു. പിന്നെ എന്തെങ്കിലും ചെറിയ പീസുകൾ നിലത്ത് വീണുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളല്ലാതെ ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ല. ഓക്കെ, നമ്മള് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് അവിടുന്ന് വന്നത് ബെർഷേബ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് തെക്കൻ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരിക്കുന്ന ബെർഷേബയില് അവിടുത്തെ സുറുക്ക മെഡിക്കൽ സെന്ററിന്റെ മോൾവശം, അവിടുത്തെ ഭാഗം മുഴുവനായിട്ടും ഇതേ മിസൈൽ വന്നിട്ട് ആക്രമിച്ച് അത് മുഴുവനായിട്ട് തകർന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നു. മാത്രമല്ല, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം, ഇന്നലെ ഉച്ചയോടുകൂടെ ആ മുകളിലത്തെ നിലയിൽ നിന്ന് എമർജൻസി വാർഡ് മാറ്റുകയും ഓപ്പറേഷന്റെ എല്ലാ സജ്ജീകരണങ്ങളും താഴേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതുകൊണ്ട് ഒരു കാഷ്വാലിറ്റി ഉണ്ടായില്ല. അല്ലായിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾക്ക് മരണം സംഭവിക്കുമായിരുന്നു എന്നുള്ള വാർത്ത കിട്ടി. അതിനെക്കുറിച്ച് എന്താണ് അലക്സ് ചേട്ടൻ കേട്ടിട്ടുള്ളത്? അവിടുത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്? അച്ഛാ, എന്റെ അറിവില് ഇതുവരെ ഒരു മിസൈൽ പോലും നേരിട്ട് ഇസ്രയേൽ പതിച്ചിട്ടില്ല. പതിച്ചാൽ വലിയ അപകടം ഉണ്ടാവും. ഇത് അന്തരീക്ഷത്തിൽ നിന്നും ഇസ്രയേൽ പൊട്ടിച്ചു കളയുന്ന മിസൈലുകളുടെ കഷ്ണങ്ങൾ പല സ്ഥലങ്ങളിലും വീഴുന്നുണ്ട്. അങ്ങനെ ചിലപ്പോൾ വലിയ പീസുകൾ വന്ന് വീഴും. അങ്ങനെ പീസുകൾ വീട് ഉണ്ടായ പ്രശ്നമാകാനാണ് 90% എന്റെ അഭിപ്രായത്തിൽ സാധ്യത. കാരണം ഞങ്ങൾ ഇത് എന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബെർഷേബ എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വ പിതാവായ അബ്രഹാമിന്റെ നാടാണ്. അബ്രഹാമിന്റെ കിണർ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണിത് ബെർഷേബ. ഇവിടുന്ന് ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട് ബെർഷേബയ്ക്ക്, ടെല്ലവീവിൽ നിന്ന്. ഞങ്ങൾ താമസിക്കുന്ന ടെല്ലവീവ് ആണ്. ഈ ടെല്ലവീവിലേക്ക് ഇന്ന് 24 മിസൈൽസ് വന്നെന്നും അതിനകത്ത് 2 മിസൈൽസ് ഡയറക്റ്റ് ആയിട്ട് അവിടെ പതിച്ചെന്നും ബാക്കിയുള്ളതൊക്കെ ഈ ഡേവിഡ് കോട്ടും അതുപോലെ തന്നെ അയൺ ടൂമ്പും ഒക്കെ അത് തടഞ്ഞു നിർത്തിയെന്നുള്ള ഒരു വാർത്ത വരുന്നു. അതിനെ പോലും വെട്ടിച്ചുകൊണ്ട് 2 മിസൈൽ പതിച്ചു. അങ്ങനെ ടെല്ലവീവില് ഒരുപാട് കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചു, കാഷ്വാലിറ്റീസ് ഉണ്ടായെന്നൊക്കെ ചില മാധ്യമങ്ങൾ ഇവിടെ വാർത്തയായിട്ട് കൊടുക്കുന്ന മലയാളം വാർത്തകൾ. അത് വല്ലതും ശരിയാണോ? അത് അവർ വെറുതെ പറയുന്നതാണ്. അതെന്താണ് അവരങ്ങനെ വാർത്ത കൊടുക്കാൻ കാരണമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ടെല്ലവീവില് ഒരു മിസൈൽ പോലും നേരിട്ട് പതിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ താമസിക്കുന്ന ടെല്ലവീവാണ്. ഇതിന്റെ ചുറ്റുവട്ടത്ത് ഒരു നേരിട്ട് മിസൈൽ പതിച്ചാൽ വലിയ അപകടം ഉണ്ടാവും. വലിയൊരു സിറ്റിയാണ് ടെല്ലവീവ്. അങ്ങനെ ഒരു സംഭവമില്ല. ടെല്ലവീവിന്റെ ഏതോ ഭാഗത്ത് കഷ്ണങ്ങൾ വീണിട്ടുണ്ടാവാം. അതാണ് ഇവർ പറയുന്ന ഈ പ്രശ്നം. ശരിക്ക് ആകാശത്തുനിന്ന് ഇതിന്റെ അയൺ ഡോം പൊട്ടിച്ചു കളയുന്ന മിസൈലുകളുടെ വലിയ കഷ്ണങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് വീണിട്ട് കെട്ടിടങ്ങൾക്കൊക്കെ ചെറിയ പരിക്കുകൾ, ആൾക്കാർക്ക് അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതല്ലാതെ ഒരു മിസൈൽ പോലും ഡയറക്റ്റ് പതിച്ചതായിട്ട് ഇതുവരെ എനിക്കറിയില്ല. ഓക്കെ, അലക്സ് ചേട്ടാ, വേറൊരു കാര്യം, ഞാൻ ഇട്ടതായ വീഡിയോയ്ക്ക്, നമ്മുടെ വീഡിയോകളുടെ താഴെ വശത്ത് ചില സഹോദരങ്ങൾ വന്നിട്ട്, അത് പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങളൊക്കെയാണ്, അവർ വന്നിട്ട് പല കമന്റ്സ് ഇടുന്നുണ്ട്. നല്ല പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് ഒക്കെ തന്നെയാണ്. അതിനകത്ത് ചില ആളുകളുടെ സംശയങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. ആ സംശയം ഇതാണ്: ഈ യഹൂദന്മാരെന്ന് പറയുന്നത് വളരെ നികൃഷ്ട മനുഷ്യരാണ്. അവര് മറ്റുള്ള ജാതിക്കാരെ, ഇപ്പം ഇന്ത്യക്കാരനാണല്ലോ അങ്ങ് അലക്സേട്ടർ, ഇന്ത്യക്കാരനാണ്. അപ്പൊ ഇന്ത്യക്കാരായിക്കോട്ടെ, യഹൂദന്മാരല്ലാത്ത എല്ലാവരെയും കാണുമ്പോൾ തുപ്പും, അവരെ വളരെ ഹീനമായിട്ടാണ് കാണുന്നത്, അവരെ പന്നികളെ പോലാണ് കാണുന്നത് എന്നൊക്കെ പറയുന്നു. അതിനെ കുറിച്ച് അലക്സേട്ടന്റെ അഭിപ്രായങ്ങളൊന്ന് പറയാമോ? അതിനെക്കുറിച്ച് വളരെയധികം എനിക്ക് പറയാനുണ്ട്. അത് വളരെ തെറ്റായ പ്രചരണം. അത് അച്ഛാ, ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ്. യഹൂദന്മാര് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഇവിടെ ജനാധിപത്യ രാജ്യമാണ്.
ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശവും തുല്യ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ നമ്മളുമായിട്ട് ഒരു യഹൂദൻ പ്രശ്നം ഉണ്ടായി, നമ്മൾ പോലീസിനെ വിളിച്ചാൽ ആ സെക്കൻഡ് പോലീസ് വരും, അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കും, യഹൂദിന്റെ അടുത്ത് ചോദിച്ചോണ്ട് യഹൂദിനെ അപ്പം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ ഇവിടെ മുസ്ലിങ്ങൾ 18% എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഞാന് ആലമ്പിയില് വലിയൊരു ഹോട്ടല്, ഡേവിഡ് ഇന്റർ കോണ്ടിനെന്റൽ, വലിയ ഹോട്ടലാണ്, ലോകത്തൊക്കെ ഒരു ഹോട്ടൽ ശൃംഖലയുള്ള. ഞാൻ അവിടെ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ബസ്, ഒരു മുസ്ലിം സ്ത്രീ ബസ് ഓടിച്ചു വന്ന് ബസ് അവിടെ നിർത്തി ഡ്രൈവറായിട്ട്. അപ്പൊ ഇവള് ബസ്സിൽ നിന്നും പുറത്തിറങ്ങി. അപ്പൊ ഞാൻ ഇവളോട് ഇങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു ഇവളോട്. ഇവള് പറഞ്ഞു എന്നോട് ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു. ആദ്യം ഇവള് പുറത്തുനിന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ എടുത്തു. രണ്ടാമത് ഈ സ്ത്രീ ബസ്സിൽ കയറി ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്ന ഫോട്ടോ ഞാൻ എടുത്തു. അതിനുശേഷം ഈ സ്ത്രീ പോകുന്ന സമയത്ത് എനിക്ക് ഫ്ലൈയിങ് കിസ് തന്നിട്ടാണ് ഈ സ്ത്രീ പോയത്. ഇവിടെ അത്ര സുന്ദരമായിട്ട് അവിടെ ജീവിക്കുന്നു. ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ഈ പ്രചരണം നടത്തുന്നവരൊന്നും എന്താണ് ഇസ്രയേൽ എന്നും എന്താണ് യഹൂദെന്നും അറിയാതെ മാത്രം നടത്തുന്ന പ്രചരണമാണ്. അത്ര മാന്യമായിട്ടാണ് ഇവരുടെ സമീപനം. എല്ലാവരോടും ഇവർ ജാതി നോക്കാറില്ല. ഇവരെ കൊണ്ട് അങ്ങനത്തെ ചിന്താഗതി ഉള്ളവരുമല്ല യഹൂദന്മാര്. ഇത്ര നല്ലൊരു സമൂഹം ലോകത്ത് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവർക്കെതിരായിട്ടുള്ള പ്രചരണം ദുഷ്പ്രചരണമാണ്. ഞാൻ ഇവിടെ 5.5 വർഷമായി വന്നിട്ട് എനിക്കത് വളരെ കൃത്യമായിട്ട് അഭിമാനത്തോടെ പറയാം. ഈ സമൂഹത്തെ കുറിച്ച് അവരൊരാളിനോടും ഒരു മോശമായ സംസാരമോ മറ്റു രൂപത്തിലോ അവർ പെരുമാറുന്നില്ല. ഇവിടെ മുസ്ലിങ്ങൾ ബിസിനസ് ചെയ്യുന്നു. മുസ്ലിം സമൂഹത്തിൽ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ആൾക്കാർ എല്ലാ ജോലികളിലും അവരുണ്ട്. ഒരു തിരിച്ചു വ്യത്യാസവും ഇവിടെ ഇല്ല. എല്ലാവരും സ്നേഹത്തോടെ അവിടെ ജീവിക്കുന്നു. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. ഏതായാലും ഇത്തരം കമന്റുകളൊക്കെ ഇടുന്നവര് വളരെ സത്യവിരുദ്ധമായിട്ടും വസ്തുതകൾ പഠിക്കാതെയും ആണ് അവർ ചെയ്യുന്നത്. അത് വളരെ സങ്കടകരമാണ്. ഈ മുസ്ലിം സഹോദരങ്ങൾ എന്താണ് ഇവിടുത്തെ രീതി എന്ന് ഇവരൊന്ന് പഠിക്കണം. പഠിച്ചിട്ട് അവർ കമന്റ് ചെയ്യട്ടെ. അല്ലാത്ത കമന്റുകൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ശരിയല്ല. ഓക്കെ, 18% മുസ്ലിം സഹോദരങ്ങളുള്ള ഒരു ദേശമാണ് ജെറുസലേമും അതേപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പൊ ഇസ്രായേലിലെ മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലെന്നും അവർക്ക് അവിടെ സ്വാതന്ത്ര്യമില്ലെന്നും ഒക്കെയുള്ള കിംവദന്തികൾ തന്നെയല്ല, ഈ മുസ്ലിംസിന്റെ ശത്രുക്കളാണ്, ബദ്ധശത്രുക്കളാണ് ഇസ്രായേൽക്കാർ, യഹൂദികൾ എന്നുള്ള ഒരു പ്രചരണം, അത് ഖുറാനികമായി തന്നെ അങ്ങനെ എഴുതിയിട്ടുള്ളത് കൂടുതൽ ആളുകളും അത് വിശ്വസിച്ച് ആ വിധത്തിൽ പ്രചരണങ്ങളൊക്കെ നടത്തുന്നത്. നമുക്ക് അവരെ തെറ്റു പറയാൻ കഴിയില്ല. കാരണം അവരെ ചെറുപ്രായം മുതൽ തന്നെ പഠിപ്പിക്കുന്നത് യഹൂദികളാണ് അവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്നാണ്. മാത്രമല്ല സൂറ 5:51 പറയുന്നത്, ഖുറാനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ യഹൂദികളെ ക്രിസ്ത്യാനികളെ നിങ്ങളുടെ മിത്രങ്ങളായി സ്വീകരിക്കരുത്. അപ്പൊ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഇവിടെ ആ വിധത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നത്. എന്നാൽ നല്ലവരായ മുസ്ലിംസ് ഒരുപാട് പേര് ഇപ്പോൾ അതിനൊക്കെ വിരുദ്ധമായി ചിന്തിക്കുന്നുണ്ട്. അവരും പറയുന്നത് അവര് യഹൂദന്മാർ നമ്മുടെ സഹോദരങ്ങളാണ്, പ്രത്യേകിച്ച് ഏബ്രാമിക് കോഡ് അല്ലെ, ഏബ്രാമിക് അക്കോഡൊക്കെ കൊണ്ടുവന്നതോടുകൂടെ ആ ഒരു സംഭവത്തോടുകൂടെ മുസ്ലിം സഹോദരങ്ങളെല്ലാം യഹൂദന്മാരുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പൊ നമ്മള് യുദ്ധത്തിലേക്ക് വരാം. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ള താവളം തന്നെയാണെന്നാണ് അലക്സിയേട്ടന്റെ അഭിപ്രായം, അല്ലെ? 100%. ഏറ്റവും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് ഏത് അറ്റാക്കിനെ ഇവർ അതിജീവിച്ച് കളയുന്നുണ്ട്. ഞങ്ങള് ഓരോ സമയത്തും ഞങ്ങൾക്ക് കറക്റ്റ് മൊബൈലിൽ അലാറം വരും, മെസ്സേജ് വരും, അതിനുശേഷം അലാറം അടിക്കും. അലാറം അടിച്ചാൽ ഞങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ ബങ്കറുണ്ട്, ബങ്കറിലേക്ക് പോയി കയറും. ഇവിടെ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ യാതൊരു തിരിച്ചു വ്യത്യാസവും ഇല്ല. ഇവിടെ ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര താല്പര്യം നമ്മളോട്. ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തൊരു സ്നേഹമാണെന്നറിയോ? ഇന്ത്യക്കാരൻ മുസ്ലിമാണോ നോക്കിയിട്ട് എല്ലാവരും സ്നേഹിക്കുന്നത്, ഇന്ത്യക്കാരൻ ഹിന്ദുവാണോ നോക്കിയിട്ട് എല്ലാവരും സ്നേഹിക്കുന്നത്, ഇന്ത്യക്കാരൻ ക്രിസ്ത്യാനിയാണോ നോക്കിയിട്ട് എല്ലാവരും സ്നേഹിക്കുന്നത്. ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ ഇസ്രയേലികൾക്ക് അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കും നമ്മളെ. അത്ര സ്നേഹമാണ് ഇവർക്ക്. ഇവർക്ക് അങ്ങനത്തെ തിരിച്ചു വ്യത്യാസവും വർഗീയതയൊന്നും അവർക്കില്ല. ചിന്താഗതി പോലും ഇല്ല അവർക്ക്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇൻഫർമേഷൻ അറിവുകളാണ് ഇപ്പോൾ അലക്സ് തോമസ് സാർ ഒരു ചെറിയ കാര്യം കൊണ്ട് ഞാനൊന്ന് പറയട്ടെ. ഒക്ടോബർ 7 മുമ്പ് ഈ ഗാസയിലും പലസ്തീനിലുമുള്ള 100 കണക്കിന് ആൾക്കാർ അതിർത്തി കടന്നു വന്ന് ഇസ്രയേലിൽ കൃത്യമായി ജോലി ചെയ്ത് ഉയർന്ന ശമ്പളം വാങ്ങി പോയിരുന്നതാണ്. ഈ ഒക്ടോബർ 7 സംഭവവാസങ്ങളോടെയാണ് ഇത് മുഴുവൻ താളം തെറ്റുന്നത്. ഇവിടെ ജോലിക്ക് വന്നവരിൽ തന്നെ ചിലർ, എല്ലാവരും അല്ല പറയുന്നത്, ചിലർ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒറ്റിക്കൊടുത്തിട്ടൊക്കെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എത്ര ക്രൂരമായ സംഭവമാണ് ഒക്ടോബർ 7 നടന്നത്. 1200 1250 ആൾക്കാരെ ക്രൂരമായിട്ട് കൊന്നു, തലങ്ങും വിലങ്ങും വെടിവെച്ച് 250-300 ആൾക്കാരെ തടവുകാരായി പിടിച്ചോണ്ട് പോയി. ഇന്നും ഈ തടവുകാരെ ഇവർ വിട്ടിട്ടില്ല. ആ തടവുകാരെ നേരത്തെ വിട്ടിരുന്നെങ്കിൽ ഈ യുദ്ധമൊക്കെ നേരത്തെ അവസാനിച്ചു പോയേനെ. ഇതിന് മുഴുവൻ പിന്തുണ കൊടുത്തോണ്ട് ഇറാൻ ആണെന്നുള്ള നമുക്കൊക്കെ അറിയാം. എത്ര പേര് സംഘടനയുണ്ട്? ഹൂതികള്, ഹിസ്ബുള്ള, ഹമാസ്,
ഇതിന് മുഴുവൻ ആവശ്യമുള്ള സാമ്പത്തിക സഹായവും ആയുധങ്ങളും കൊടുത്ത് ഇവരെ മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിക്കുന്ന എന്ത് ആവശ്യമാണ് ഇത്? ഈ 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ ജാതിക്കും മതത്തിനും അപ്പുറത്ത് ഏകോദര സഹോദരങ്ങളെ പോലെ സ്നേഹത്തിൽ അവർ വളർന്ന് ജീവിക്കേണ്ടതല്ലേ ഇവിടെ? അതുപോലെ എനിക്കറിയാം, പലസ്തീനിലൊരു സ്ഥലമുണ്ട്, അതായത് നമ്മുടെ യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ച പരീക്ഷണമല. അവിടെ ഞങ്ങൾ പോകുമ്പോൾ ടൂറിസ്റ്റ് ഞങ്ങൾ ബസ് പോയി നിർത്തുമ്പോൾ ചെറിയ കുട്ടികൾ വെച്ചാൽ 4-5 വയസ്സുള്ള പിള്ളേർ വന്നിട്ട് 1 ഷെക്കൽ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മുടെ ഹൃദയം പറഞ്ഞു പോകും സങ്കടം കൊണ്ട്. ഈ കുട്ടികളെ ഒരു സ്കൂളിൽ വിടാനോ പഠിപ്പിക്കാനോ ഒന്നും അല്ല ഇവർ ശ്രമിക്കുന്നത്. ഇവര് മറ്റെന്തോ വഴികളിലേക്കാണ് ഈ പിള്ളേരെയൊക്കെ തിരിച്ചുവിടുന്നത്. ലോകത്തുനിന്ന് മുഴുവൻ കിട്ടിയ ഫണ്ടുകൾ മുഴുവൻ ഇവിടെ തുരങ്കമുണ്ടാക്കാനും ആയുധങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചു. ഇസ്രായേൽ അങ്ങനെയല്ല, അവരവരുടെ കുട്ടികളെ കറക്റ്റായിട്ട് വിദ്യാഭ്യാസം കൊടുത്ത് എല്ലാ രൂപത്തിലും ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടമുണ്ട്. നമ്മൾ ആരോട് പറയത്? നമ്മുടെ സങ്കടം നമ്മൾ ഉള്ളിലൊതുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുക, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ ഇവിടെ ഇല്ല. അത്ര വേദനാജനകമായ അനുഭവങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. അലക്സേട്ടാ, പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ അവർ വാസ്തവത്തിൽ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഇസ്രായേൽ എന്തോ ക്രൂര രാഷ്ട്രമാണെന്നും, പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരുമകൻ നമ്മുടെ PWD മന്ത്രി സഖാവ് റിയാസും ഒക്കെ ഈ അടുത്ത സമയത്ത് പറഞ്ഞത് ഇസ്രായേൽ തെമ്മാടിയാണെന്നും ലോക തെമ്മാടിയാണെന്നും ഒക്കെയുള്ള പദങ്ങൾ ഉപയോഗിച്ചപ്പോൾ വാസ്തവത്തിൽ അവര് എന്താ പറഞ്ഞതെന്നുള്ളത് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. ദൈവം തമ്പുരാൻ അവരോട് ക്ഷമിക്കട്ടെ നമുക്ക് പറയാനുള്ളൂ. എങ്കിലും ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഇസ്രായേൽ ജനം ഇന്ത്യക്കാരോട് ഇത്ര സ്നേഹമാകുവാൻ, ബഹുമാനം കാണിക്കുവാൻ, അവർ പൊതുവെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് ഉള്ളവരാണ് അല്ലെ? അവര് ആ വിധത്തിലൊരു ഇല്ലാത്തവരാണ്. അച്ഛാ, നമ്മളൊരു ചെക്ക് പോസ്റ്റിൽ ചെന്നാൽ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ചെക്കിങ് പോലും ഇല്ല, നമ്മളെ കടത്തിവിടും. അതാണ് അവിടുത്തെ പ്രത്യേകത. അത്ര സ്നേഹം. അതിന്റെ കാരണം യഹൂദന്മാര് ലോകം മുഴുവൻ ചെതറിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട കാലത്തും അവർ ഇന്ത്യയിൽ അവർക്ക് അഭയം കൊടുക്കുകയും ഇന്ത്യ അവരെ സംരക്ഷിക്കുകയും ചെയ്തതിന്റെ ആ സ്നേഹമാണ് അവർക്ക്. അതൊരു ഭയങ്കര സ്നേഹം. അത് ഇവിടെ വരണം. ഇവിടെ മുസ്ലിം വന്നാലും ഏത് വിഭാഗത്തിൽ പെട്ട ആള് ഇവിടെ വന്നാലും ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ അവനോടൊരു പ്രത്യേക സ്നേഹ. അവിടെ നീ മുസ്ലിം ആണോ, നീ ഹിന്ദു ആണോ, നീ ക്രിസ്ത്യാനി ആണോ എന്ന് അവർ ചോദിക്കാറില്ല. ഇന്ത്യൻ ആ ഒരൊറ്റ വാക്കിന് ഭയങ്കര വെയിറ്റാച്ച അവിടെ. നമ്മൾ സത്യത്തിൽ ഇവരെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് ഇവരിൽ നിന്നും പഠിക്കാൻ. ഒരു സെക്കൻഡ്, നമ്മൾ ഇവരിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട്. യഹൂദനിൽ നിന്നും. നമ്മുടെ രാജ്യത്ത് മാത്രമേ ഈ കടയിൽ പോയി ആൾക്കാർ കുത്തിപ്പിടിച്ച് ഒരു ജോലിയും ചെയ്യാതിരിക്കുന്ന സ്വഭാവമുള്ളൂ. ഇവിടെ നിന്നും എല്ലാ മനുഷ്യനും കഠിനാധ്വാനം ചെയ്യും. എത്ര പൈസയുള്ള യഹൂദനാണെങ്കിലും അവന്റെ ബിസിനസ് സ്ഥാപനമാണെങ്കിലും അവൻ കഠിനാധ്വാനം ചെയ്ത അവന്റെ രാജ്യത്തെയും അവന്റെ കുടുംബത്തെയും അവൻ സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ട് വരുന്നത്. ഇവിടുത്തെ റോഡുകൾ, ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും, വനങ്ങൾ മുഴുവൻ പൈപ്പ് ലൈൻ ഇട്ട് വെള്ളം കൊടുത്തിട്ടാണ് വനങ്ങളൊക്കെ പിടിപ്പിച്ചിരിക്കുന്നത്. റോഡുകളിലൊക്കെ പൂന്തോട്ടങ്ങളാണ്. ഓരോ വാർഡിലും, നമ്മുടെ നാട്ടിലത്തെ ഓരോ പഞ്ചായത്ത് വാർഡിലും ഒരു എന്താ പറയാ, ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകൾ, വലിയവർക്ക് വ്യായാമം ചെയ്യാനുള്ള സംവിധാനങ്ങൾ, എല്ലാ സംവിധാനങ്ങളും സത്യത്തിൽ ഇവിടെ വന്ന് കാണണം. കണ്ടിട്ട് വേണം അഭിപ്രായം പറയാൻ. ഇവര് തെമ്മാടി രാഷ്ട്രമാണോ, രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന രാഷ്ട്രമാണോ എന്ന് കണ്ടിട്ട് വേണം പറയാൻ. നമ്മളങ്ങനെ വെറുതെ എന്തെങ്കിലും ആരെങ്കിലും സൂചിപ്പിക്കാൻ വേണ്ടി സംസാരിക്കരുത്. വളരെ മോശം അത്. അല്ലെ 4 വോട്ടിന് വേണ്ടിയൊക്കെ വലിയ തെറ്റാണ് ചെയ്യുന്നത്. ഒരു രാജ്യത്തിനെതിരെ അങ്ങനെ പറയുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, ഞാനത് വ്യക്തിപരമായിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. എന്റെ ഗൈഡ്, എന്റെ സ്റ്റഡീസിന്റെ ഗൈഡ് ഉണ്ടായിരുന്ന ഒരു ബേർഷബ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയല്ല, അവൾ അന്ന് യുവതിയായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ പ്രായമുണ്ട്. ഞാൻ എന്റെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വന്നപ്പോൾ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ടെമ്പിൾ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഞാൻ എന്റെ പഠനം അവിടെ നടത്തിയത്. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് അവർക്ക് ഇന്ത്യക്കാരോട് പ്രത്യേക അനുകമ്പയാണ്. കാരണം അവരുടെ പൂർവികർക്ക് വേണ്ടുന്ന സുരക്ഷിതത്വം കൊടുക്കുകയും അവരെ നമ്മളെ വേണ്ടുന്ന ആഹാരങ്ങൾ കൊടുക്കുകയും തന്നെയല്ല താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ. അപ്പം അതിനകത്ത് എന്റെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മാത്രമേ, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് വലിയ സന്തോഷമാണ്. ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമാണ്. യഹൂദന്മാർ സാധാരണ ക്രൈസ്തവരൊന്നും അംഗീകരിക്കില്ല എന്നുള്ള ഒരു പൊതുധാരണയൊക്കെ എല്ലായിടങ്ങളിലും ഉണ്ട്. യേശുവിനെ ക്രൂശിച്ച യഹൂദികൾക്ക് വേണ്ടി നിങ്ങൾ എന്തിനാ വാദിക്കുന്നതെന്നൊക്കെ ചില സഹോദരങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, അവരുടെ സ്നേഹവും അവരുടെ കരുതലും ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ മാത്രമല്ല, മനുഷ്യനെന്നുള്ള പരിഗണന. എനിക്ക് തോന്നുന്നത് അലക്സ് ചേട്ടാ, അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തോറ എന്ന് പറയുന്ന നമ്മുടെ പഴയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണെന്നുള്ളൊരു വാക്യം ഉണ്ടല്ലോ.
ഗോഡ് ക്രിയേറ്റഡ് ഉണ്ട് മാൻ ഉണ്ട് ഇൻ ഉണ്ട് ഹിസ് ഓൺ ഇമേജ് ആൻഡ് ഉണ്ട്. ലൈക്ക്നെസ്. അപ്പൊ ആ ഒരു ഇമേജ് ആൻഡ് ലൈക്ക്നെസ് അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വരൂപ സാദൃശ്യവും എല്ലാ മനുഷ്യരിലും ഉണ്ട് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് എല്ലാവരെയും അവർ ചേർത്ത് പിടിക്കുന്നത്. അവിടെ നടന്നിട്ട് അച്ഛാ ഞാൻ ഇതുപോലെ കണ്ടത് അല്ലെങ്കിൽ അവിടെ ഞാനൊരു ചെറിയ കാര്യം കൂടെ ഞാൻ അച്ഛനോട് ഓർപ്പിക്കുകയാണ്. ഞങ്ങള് ആ ഈ ഹമാസുമായിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് ഗലീലി തടാകത്തിൽ ബോട്ടിങ്ങിന് വേണ്ടി പോയി. ഞങ്ങളൊരു ടൂർ പോകുന്ന ഇടയ്ക്ക് ശനിയാഴ്ചകളിൽ സബാത്താണല്ലോ, അപ്പൊ ടൂർ പോകും. അങ്ങനെ ഗലീലി തടാകത്തിൽ ടൂർ ചെല്ലുമ്പോൾ ആ ഒരു ബോട്ട് ടൂർ കഴിഞ്ഞ് മടങ്ങി തീരത്തേക്ക് വരികയാണ്. അതിനകത്തുള്ള മുഴുവൻ മുസ്ലിം പെൺകുട്ടികൾ ചാടി ഡാൻസ് കളിക്കുന്നുണ്ട്. ഞാൻ ഇവരുടെ വീഡിയോ എടുത്ത വീഡിയോ എന്റെ ഫോണിൽ ഇപ്പോഴും കിടപ്പുണ്ട്. എന്നോട് പറഞ്ഞ് ഉം, വീഡിയോ ആർക്കും കൊടുക്കരുതെന്ന്. അവർക്ക് ഉം, അറിയാം ഇതിന്റെ സത്യവും കാര്യങ്ങളും ഒക്കെ. ഹമാസ് ചെയ്യുന്നത് തെറ്റാണെന്നും ഇസ്രയേലിനെതിരെ നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങൾ ശരിയല്ല എന്നും ബോധ്യമുള്ള അവരെ ആഹ്ലാദിച്ചു നടക്കുന്ന അവർക്കത് പ്രശ്നമേ അല്ല. അതുപോലെ തന്നെ ഒരിക്കല് ഗാഗുൽത്ത മലയിൽ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച പള്ളിയിൽ ചെന്നപ്പോ 2 മുസ്ലിം പെൺകുട്ടികൾ, അപ്പൊ എന്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ ആരുമില്ല. അപ്പൊ ഞാൻ ഈ കുട്ടികളോട് ചോദിച്ചു, മക്കളെ എനിക്കറിയാവുന്ന ഇംഗ്ലീഷില് ഒരു ഫോട്ടോ എടുത്തു തരാമോ എന്ന് ചോദിച്ചു. ഈ 2 പിള്ളേർ തന്നെ മെടുക്കൽ പിള്ളേര്, അവരെ പള്ളി കാണാനൊക്കെ ആയിട്ട് വന്നായിരിക്കാം, എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ ഫോട്ടോ എല്ലാം എടുത്തു തന്നു. ലാസ്റ്റ് ഞാൻ ഈ കുട്ടികളോട് ചോദിച്ചു, മക്കളെ നമുക്കൊരു സെൽഫി എടുക്കാവോ എന്ന് ചോദിച്ചു. ഈ പിള്ളേര് എന്റെ അടുത്ത് നിന്ന് അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. അപ്പൊ എത്ര ഉയർന്ന തലത്തിൽ എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കാണുന്ന ഒരു സംവിധാനം അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ വളരെ ഉയർന്ന നിലവാരം ഇവിടുത്തെ മുസ്ലിങ്ങളും നിലനിർത്തി പോരുന്നുണ്ട്. എല്ലാവരും വളരെ സ്നേഹത്തിൽ ഇവിടെ ജീവിക്കുന്നു. ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ജെറുസലേമിന്റെ കോട്ടയ്ക്കുള്ളിലേക്ക് പിന്നെ ഡമാസ്കസ് ഗേറ്റ് കടന്ന് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ കോട്ടയിലോട്ട് നമ്മൾ കയറുന്നു. ഈ കോട്ടയുടെ 2 സൈഡിലും മുസ്ലിം സ്ത്രീകൾ ഇരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ട്. അതിനുള്ളിലെ കടകളും ബിസിനസ്സുകളും ഭൂരിപക്ഷവും മുസ്ലിങ്ങളുടെയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ വാച്ചൊക്കെ മേടിക്കുന്ന ഒരു കടയൊക്കെ ഉണ്ട്. ഒരു ഇക്ക, വളരെ നല്ല മനുഷ്യൻ. അങ്ങനെ എല്ലാവരും വളരെ നല്ല ആൾക്കാരാണ്. ഇവിടുത്തെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം യഹൂദനോ മുസ്ലിമോ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും. അത് എല്ലാവരും വളരെ സ്നേഹത്തിൽ നമ്മളിപ്പോ ജീവിക്കുന്നു. ലാസറിന്റെ വീട് കൊണ്ട് കാണിച്ചു തരുന്നത് ഇവര് തന്നെയാണ്. ഇവിടെ അതെ ആയിരുന്നു അതെ ലാസറിന്റെ വീട് ഇതാണ്, ലാസറിന്റെ അപ്പൻ ശിമയോൻ, കുഷ്ഠം ബാധിച്ച ശിമയോൻ പാർത്തത് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എവിടെ കൊണ്ടുപോകുന്നതൊക്കെ മുസ്ലിം സഹോദരങ്ങളാണ്. ആ ഒരു പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഈ മലബാർ നിലമ്പൂർ ഭാഗത്തുള്ള മുസ്ലിം സഹോദരങ്ങളോടൊപ്പം തന്നെ അത്രയും സ്റ്റാൻഡേർഡുള്ള മുസ്ലിം സഹോദരങ്ങളാണ് ഇസ്രായേലിലും ഉള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ കണ്ടു വളർന്നിട്ടുള്ളത്, അല്ലേ? മറ്റേ കേരളത്തിന്റെ ബാക്കിയുള്ള അച്ഛാ ഇവിടെ ഭാഗങ്ങളിൽ പോലെ അല്ലേ അല്ലല്ലോ. നമ്മുടെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഭൂരിപക്ഷ ആൾക്കാരും നല്ലവരും സ്നേഹമുള്ളവരുമാ. എന്തും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഇങ്ങനെ മറ്റൊരു നിലപാടിലേക്ക് പോയിട്ട് ഈ രാജ്യത്തും ലോകത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ ബോധവൽക്കരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു യഥാർത്ഥ ബോധം ഉണ്ടാകാൻ. അതിന് 2 അല്ലാതെ നമുക്കൊന്നും കാര്യങ്ങളാണ് ചെയ്യാൻ നമ്മൾ പറ്റില്ലല്ലോ. അവരോട് ആവശ്യപ്പെടുന്നത്. അവരുടെ അതിന് ഉപോത്ബലകമായിട്ടുള്ള ആയത്തുകളെല്ലാം തന്നെ ഒരു 10 പുറപ്പെടുവിച്ച് അതിനെ റദ്ദാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ മദ്രസ വിദ്യാഭ്യാസത്തിൽ അവർക്ക് കൊടുക്കേണ്ടതായ ഒരു മാനവികതയുടെ ആ തലം, അത് നമ്മുടെ നാട്ടിലൊക്കെ മലബാറിലെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ ഇപ്പോൾ അത് ആരംഭിച്ചിട്ടുണ്ട്. മദ്രസകളിലൊക്കെ ആ വിധത്തിലേക്ക് എല്ലാവരും സ്നേഹിക്കണം, കരുതണം, യുദ്ധം ചെയ്യരുത്, ഇങ്ങനെയൊക്കെയുള്ള പഠിപ്പീരൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ അതൊക്കെ നിരന്തരമായി നമ്മുടെ ഇടപെടലുകളൊക്കെ അതിനകത്തുള്ള പണ്ഡിതന്മാരെ ആ വിധത്തിലേക്ക് പ്രേരിപ്പിച്ചു എന്നുള്ള, അത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മളത് എത്തിച്ചു കൊടുക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സന്ദേശം. നല്ല ചർച്ചയായിരുന്നു ഇതുവരെ ഉള്ളത്. തുടർന്ന് നമുക്ക് 2-3 കാര്യം കൂടെ പറയാം. ഇന്ന് ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ ആസ്ഥാനമായ ആ സ്ഥലം ഇസ്രായേൽ ആക്രമിച്ച് അത് നശിപ്പിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. അത് വാസ്തവമായിരിക്കുമോ, അതോ ഇസ്രായേൽ വെറുതെ ഒരു വീരവാദം മുഴക്കുന്നതായിരിക്കുമോ? ഇസ്രയേൽ ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത വീരവാദങ്ങൾ മുഴക്കാറില്ല. അവർ പറയുന്നത് വളരെ കറക്റ്റ് ആയിരിക്കും. എനിക്കിതിൽ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ ഒരു കാര്യമാണ് എന്റെ മനസ്സിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇറാനിലെ എന്തോ ഒരു വാക്കുണ്ടല്ലോ, ഇറാനിലെ മൊല്ലാക്ക ഭരണം അവസാനിപ്പിക്കും. ഇറാനിലെ മൊല്ലാക്ക ഭരണം അവസാനിപ്പിക്കും. അത് നടന്നിരിക്കും. ഞാനത് വിശ്വസിക്കുന്നു. അത് നടന്നിരിക്കും. ഇറാനിലെ മൊല്ലാക്ക ഭരണം അവസാനിപ്പിച്ച് ഇറാനിൽ ഒരു ജനാധിപത്യ ഭരണകൂടം ഉണ്ടാവും. അപ്പൊ ഈ പ്രശ്നം എല്ലാം തീരും. ഇറാനും ഇസ്രയേലും മുൻകാലത്ത് വളരെ ഒന്നിച്ചൊറ്റക്കെട്ടായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന രാജ്യങ്ങളായിരുന്നല്ലോ. ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. 1978 ഈ ഖൊമേനിയുടെ ആ പൂർവികന്മാരായിരിക്കുന്ന
പിന്നെ ആ ഭരണം വരുന്നത്, മതഭരണം വരുന്നത്. അതുവരെ അതൊരു ഷാ എന്ന് പറയുന്ന ഒരു ഭരണാധിപനായിരുന്നെങ്കിലും അവിടെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മതങ്ങൾക്കും സ്വസ്ഥമായി വസിക്കുവാനും ജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാനും ഇടയായിത്തീർന്ന ഒരു രാജ്യമാണ്. നമ്മൾ പേർഷ്യ എന്നാണല്ലോ അതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ബൈബിളിൽ തന്നെ പേർഷ്യയെ കുറിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല പേർഷ്യയും ഇസ്രായേലും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധങ്ങളുണ്ട്. നമുക്കറിയാവുന്ന പോലെ അസൂരിൽ നിന്ന് ബാബിലോൺ സാമ്രാജ്യം വന്നു. ആ ബാബിലോൺ സാമ്രാജ്യം ഇസ്രായേലിനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളുകൾ മേദോ പേർഷ്യൻ രാജ്യത്തിലേക്കാണ് പോയത്. മേദോ പേർഷ്യൻ സാമ്രാജ്യം മൂന്നാമത്തെ സാമ്രാജ്യം. ആദ്യത്തെ അസൂർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാബിലോൺ ചക്രവർത്തിയുടെ കാലഘട്ടത്തിന് ശേഷം, അല്ലെങ്കിൽ നെബൂഖദ്നേസറിന്റെ ഒക്കെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് മേദോ പേർഷ്യൻ രാജ്യമാണ് പുരോഗതിയിലേക്ക് വന്നത്. അപ്പൊ പേർഷ്യൻ രാജാവായിരുന്ന ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ ബൈബിളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവർക്ക് കൊടുത്തിരുന്ന സ്വാതന്ത്ര്യം, പേർഷ്യൻ രാജ്യങ്ങളിൽ എങ്ങനെയായിരുന്നു ഇസ്രായേലിന് ജീവിക്കാനുള്ള സാവകാശങ്ങൾ ഉണ്ടായിരുന്നത്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം മാത്രമല്ല, പേർഷ്യയിൽ നിന്നൊക്കെ തന്നെയാണ് കർത്താവിന്റെ ജനനത്തിങ്കിലേക്ക് ആളുകള് വരികയും ചെയ്തത്. അത് മറന്നു പോരുത്. വലിയൊരു ഗണം വന്നല്ലോ യേശുവിനെ കാണാനായിട്ട്. 3 പേരല്ല, 30 പേരല്ല, 3000 പേരുള്ള വലിയൊരു ഗണമാണ്. അതിനെക്കുറിച്ച് തെയ്ക്കസ് ഒക്കെ തന്റെ ചരിത്രത്തില് ഈ റോമൻ ചരിത്രത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അവര് വന്ന ആ സംഘം തന്നെ പേർഷ്യയിൽ നിന്നൊക്കെയാണ്. കാരണം അവർ രക്ഷകന് വേണ്ടിയിട്ട് അവരും കാത്തിരുന്നതാണ്. എന്നാല് ഈ ആയത്തുള്ള ഖൊമേനിയുടെ ഒക്കെ ഭരണം വന്നതോടുകൂടിയാണ് ഇത്ര മാത്രം അതൊരു നികൃഷ്ട രാജ്യമായിട്ട് മാറുവാൻ ഇടയായിത്തീർന്നത്. നികൃഷ്ടം എന്നുള്ള പദം എന്റേതല്ല, അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താണ്. ഒന്നും തോന്നരുത് എന്നോട്. ഞാൻ അങ്ങനത്തെ പദങ്ങൾ ഉപയോഗിക്കുന്നത്. എനിക്കിപ്പോ 69 വയസ്സുണ്ട്. എന്റെ ഓർമ്മയില് എന്റെ ഒരു 15 വയസ്സൊക്കെ ഉള്ള കാലത്ത് പേർഷ്യയിൽ പോയി വരുന്ന ഒരാള് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, നമ്മൾ വളരെ ആരാധനയോടുകൂടി, ആരാധന എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല, ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്, എന്നാലും അത്ര ഭവ്യതയോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും നമ്മൾ കണ്ടിരുന്നു. ഇയാളെ ഒരു സമ്പന്നനായിട്ട് നമ്മൾ കാണുന്നു പേർഷ്യ എന്ന് വരുന്നത്. അങ്ങനെ ഒരു രാജ്യമായിരുന്നു ഈ ഇറാൻ. സത്യത്തില് ഇന്ന് അതിന്റെ ഒരു അവസ്ഥ എവിടെ എത്തി? എല്ലാരും കൈകോർത്ത്, എല്ലാരും മനുഷ്യർ എന്നുള്ള നിലയിൽ ജാതി മതത്തിനപ്പുറത്ത് സ്നേഹമായിട്ട് നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി വളരുകയാണ് നമുക്ക് ആവശ്യം. അല്ലാതെ നമ്മൾ പരസ്പരം പോരടിച്ച് നശിച്ചിട്ട്, ആര് നശിച്ചാലും നാശം തന്നെയല്ല അച്ഛാ. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നാശമാണ്. ആളുകൾ തമ്മിൽ പോരാടിക്കുമ്പോൾ നാടിനും വരുവാനുള്ള തലമുറയ്ക്ക് പോലും ദോഷമാണ്. സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ ആത്മാവിൽ ജീവിക്കുമ്പോൾ വരുവാനുള്ള തലമുറയ്ക്ക് അത് വലിയൊരു മാതൃകയും കൂടിയാണ്. അതും കൂടെ എല്ലാവരും ഓർത്തിരിക്കുന്നതായിരിക്കും. ഓക്കെ, അലക്സേട്ടാ, ഒരു കാര്യം കൂടെ. ഇറാന്റെ തെഹ്റാൻ എന്ന് പറയുന്ന തെഹ്റാനില് ഭയങ്കരമായിട്ട് ബോംബാക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുകയും അവിടെ നിന്ന് ആളുകളെയൊക്കെ കുടിയൊഴിപ്പിക്കുകയും ചെയ്യുകയാണ്. ഏത് തരത്തിലേക്ക് യുദ്ധം പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. തന്നെയല്ല, ഇപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന പദങ്ങൾ, നിങ്ങളുടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഉപയോഗിക്കുന്ന ആളുള്ള നെതന്യാഹു ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ വളരെ ശക്തമായിട്ടുള്ള പദങ്ങളാണ് അത് ഉപയോഗിക്കുന്നത്. അദ്ദേഹം ഇന്ന് ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട് കേട്ട ഒരു പ്രഭാഷണം, അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം യോശുവയുടെ പുസ്തകത്തിൽ നിന്ന്, തനാക്കിലെ യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്യുന്നുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഭാഷണം അദ്ദേഹം നിങ്ങളോടൊക്കെ ഇസ്രായേലിനോട് നടത്തുന്നതായിട്ട് കേട്ടു. അപ്പം അവർ വളരെ ധൈര്യത്തോടുകൂടി തന്നെ ദൈവം അവരോട് കൂടെയുണ്ട്. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിനക്ക് വലത്തുഭാഗത്ത് തണൽ എന്ന് നമ്മള് സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്ന പോലെ ദൈവികമായിട്ടുള്ള തണലും പ്രൊട്ടക്ഷനും ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ അവരെ നിലനിൽക്കേണ്ടതിന്റെ അനിവാര്യത പോലും ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇറാൻ പറയുന്നത്, ഇറാനിലെ ആയത്തുള്ള അലി ഖമേനി പറയുന്നത്, ഇസ്രായേൽ ഒരു രാഷ്ട്രമായിരിക്കാൻ പാടില്ല, ഇസ്രായേലിന്റെ നെഞ്ചത്തൂടെ ഞങ്ങള് പട്ടാളക്കാരെ കയറ്റി അതിനെ ഇല്ലായ്മ ചെയ്യും എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ലോകത്തിന് എന്തെല്ലാം കാര്യങ്ങളാണ് നഷ്ടമാകുന്നത് ഇസ്രായേൽ നഷ്ടമായാൽ. ഇസ്രായേൽ ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ഇപ്പോൾ ഈ രീതിയിൽ ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അച്ഛാ, ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ലോകം കണ്ടതിലെ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ധീരനായ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇനി ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത്. ഈ യുദ്ധം പണ്ടേ അവസാനിപ്പിക്കാമായിരുന്നു. അവരുടെ ആ തടവുകാരെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഈ യുദ്ധം ഇറാനുമായിട്ടൊരു സംഘർഷം പോലും ഉണ്ടാകാതെ ഈ ഹമാസുമായിട്ടുള്ള യുദ്ധങ്ങളിലൊക്കെ അവസാനിച്ച് തീർന്നേനെ. ആ തടവുകാരെ ഇന്നും വിട്ടുകൊടുത്തിട്ടില്ല. ഇവര് തെമ്മാടി രാഷ്ട്രം എന്ന് പറയുന്നവർ എന്തുകൊണ്ട് ഈ തടവുകാരെ വിട്ടുകൊടുക്കാൻ പറയുന്നില്ല?
ഇന്ത്യയിൽ കാശ്മീരിൽ പഹൽഗാമില് നടന്ന സംഭവം നമുക്കറിയാം എന്താണെന്നുള്ളത്. ഏത് രൂപത്തിലാണ് അവിടെ നടന്ന കൊലപാതകങ്ങൾ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതേ രൂപത്തിൽ ചിന്തിക്കുന്ന ഒരു 10% അല്ലെ 5-6% തീവ്രവാദികൾ മതി രാജ്യത്ത് കലാപങ്ങളും കുഴപ്പങ്ങളും സൃഷ്ടിക്കാൻ. ഇത് പരിഹരിക്കാൻ ഒറ്റ മാർഗം എനിക്ക് പറയാനുള്ള ഇതേ ഉള്ളൂ. ആ സമൂഹത്തിലെ ആൾക്കാർ തന്നെ, ആ സമൂഹത്തിലെ പക്വമതികളും വിവേകികളുമായ ആൾക്കാർ ശക്തമായി രംഗത്ത് വന്ന് ഇതിനെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ച് ഇതിനെ ഇല്ലാതാക്കണം. അതാണ് ഇതിന്റെ ശരിയായ ലൈൻ. അവര് രംഗത്ത് വരണം. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ നിന്നാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികൾ രംഗത്ത് വരണം. ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇവിടെ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ ഒന്നും ഒരു വ്യത്യാസമില്ല. മനുഷ്യന് എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ സുഖസൗകര്യങ്ങളും, ജോലി ചെയ്താൽ ഉയർന്ന വേതനമടക്കം കിട്ടുന്ന ഒരു രാജ്യമാണ് ഇസ്രായേല്. ലോകത്ത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന വേതനം കിട്ടുന്ന ഇസ്രായേലില്ല. ഇവിടെ എന്തേരം ആൾക്കാർ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. എത്ര മുസ്ലിം സഹോദരങ്ങൾ കേരളത്തിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നുണ്ട്. എനിക്കറിയാം ജോലി ചെയ്യുന്നവരെ. ഇവിടെ ഒരു വിവേചനവും ഇല്ല. അങ്ങനെയാണെങ്കിൽ അവർ ജോലി കൊടുക്കുമോ മുസ്ലിങ്ങൾക്ക്? ഇവര് മനുഷ്യനായിട്ടാണ് കാണുന്നത്. മുസ്ലിമായിട്ടോ ഹിന്ദുവായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ അല്ല യഹൂദൻ കാണുന്നത്. യഹൂദനെ കുറിച്ച് ആര് ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞാലും അത് ഒന്നും അറിവില്ലായ്മയിൽ നിന്നും വിവരക്കേടിൽ നിന്നുമാണ് പറയുന്നത്. അതല്ലെങ്കിൽ ബോധപൂർവം യഹൂദനെ കരിവാരിത്തേക്കാൻ പറയുന്നതാണ്. ഇത് എനിക്കതിൽ പറയാനുള്ളൂ. ലോകത്ത് സമാധാനമാണ് വേണ്ടിയത് നമുക്ക് ജീവിക്കാൻ. നമ്മൾ എത്ര സമ്പത്തുണ്ടാക്കിയിട്ടും എന്തുണ്ടായിട്ട് സമാധാനം ഇല്ലെങ്കിൽ എന്ത് പ്രയോജനം നമുക്കുള്ളത്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോരടിച്ച് ജാതി മതമൊക്കെ പറഞ്ഞ് പോരടിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? മനുഷ്യന് സമാധാനം വേണം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും എന്റെ സഹോദരനാണെന്ന്, അല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും രാഷ്ട്രീയത്തിനോ ജാതിക്കോ മതത്തിനോ അതീതമായി ഇവൻ എന്റെ സ്വന്തം സഹോദരനാണെന്ന് കാണുന്നിടത്താണ് നമ്മൾ ദൈവികത പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് സമാധാനം മനുഷ്യർ തമ്മിൽ ഉണ്ടാകണമെങ്കിൽ ഒന്നാമതായിട്ട് ദൈവവുമായിട്ടുള്ള ഒരു സമാധാന ബന്ധം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണം. സത്യദൈവവുമായിട്ടൊരു സമാധാന ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പരസ്പരം സ്നേഹിക്കാനും സമാധാനത്തിൽ വർത്തിക്കാനും നമുക്കിടയായിത്തീരും. അപ്പോഴാണ് വാസ്തവത്തിൽ ദേശം അനുഗ്രഹിക്കപ്പെടുന്നത്. ഇസ്രായേല് വേറൊരു കാര്യം കൂടെ ഉണ്ട് അലക്സ് ചേട്ടാ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇസ്രായേൽ എന്ന് പറയുന്ന 4 അതിർത്തികൾക്കുള്ളിൽ നിൽക്കുന്ന ഒരു രാജ്യമല്ല, മറിച്ച് അതൊരു കൺസെപ്റ്റ് തന്നെയാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥമാണ്. ഇസ്രായേൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭയങ്കര ശക്തമാണ്. ഐസ്രായേൽ എന്നുള്ള 2 പദങ്ങളാണ്. 2 പദങ്ങളാണ് ഐസ്രായേൽ. ഏൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവയാം ദൈവമാണ്. ആ യഹോവയാം ദൈവത്തിന്റെ രാജകുമാരൻ എന്നാണ് ഐസ്രായേൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം. യഹോവയുടെ രാജകുമാരൻ. അപ്പോൾ യഹോവയുടെ രാജകുമാരൻ എന്നായിരിക്കുന്ന ആ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ പരിപാലകൻ, അവരുടെ സംരക്ഷകൻ വലിയവനായ അത്യുന്നതനായ ദൈവം തന്നെയാണ്. ആ ദൈവത്തെങ്കിലുള്ള വിശ്വാസവും ആശ്രയബോധവും അവരുടെ എല്ലാ മേഖലകളിലും കാണാൻ കഴിയും. ഞാൻ അവിടെ ഉള്ള സമയത്ത് ഞാൻ മനസ്സിലാക്കിയ അവിടുത്തെ റബിമാര്, പല റബിമാരുമായിട്ടൊക്കെ അടുത്ത ബന്ധത്തില് ആയിരുന്ന സമയത്ത് അവരുടെ ആഗ്രഹം, ദൈവത്തോടുള്ള അവരുടെ പ്രാർത്ഥനയൊക്കെ അവരുടെ സമാധാനത്തിന് വേണ്ടി, ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നുള്ള അവരുടെ പ്രാർത്ഥന, അവരുടെ നിലവിളി. അവരുടെ സിനഗോഗിൽ പോയിരുന്നു കഴിഞ്ഞാൽ, പോയിട്ടുണ്ടോ അലക്സ് ഏട്ടൻ? പോയിട്ടുണ്ട് സിനഗോഗിൽ? ഇവരുടെ പ്രാർത്ഥന ഭയങ്കരമാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അവരാ വിലാപമതിലൊക്കെ തലയിടിച്ച് ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊക്കെ കണ്ടാൽ നമ്മൾ കരഞ്ഞു പോകും. അത്ര യഹൂദൻ ആകെ ഒരു ദേവാലയം ഉള്ളതാണ് ജെറുസലേം ദേവാലയം. ലോകത്ത് വേറെ ദേവാലയം അവർക്കില്ല. ബലിയർപ്പിക്കാൻ വേറൊരു സംവിധാനം ഇല്ല. ജെറുസലേം ദേവാലയത്തിൽ മാത്രമേ ഇവർക്ക് ബലിയർപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് അവരുടെ നിയമം. അവരുടെ ആ ദേവാലയം ഇടിച്ച് തകർക്കപ്പെട്ട് പൊളിഞ്ഞു പോയതാണ്. അവർക്ക് രണ്ടാമത് ആ ദേവാലയം ഉണ്ടാവുകയോളം അവരുടെ മനസ്സിൽ ആ വേദനയും സങ്കടമുണ്ട്. ഇവരുടെ ഈ സബാത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ്. ഒരു സ്വിച്ച് പോലും അവരിടുകയല്ല. അത്ര കർശനമാണ് അവരുടെ സബാത്ത്. പ്രാർത്ഥന, കഠിനമായ പ്രാർത്ഥന, അടിയുറച്ച ദൈവവിശ്വാസം, അതാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആകെ ഈ രാജ്യത്തിന് ഒന്നും ചെയ്യാൻ ഒരാളിനും കഴിയില്ല. എന്താ അവർക്ക് ആകെ പറ്റെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ദൈവികത്വത്തെ അവർ അംഗീകരിക്കാതെ, അവരുടെ തനാക്കിൽ തന്നെയാണ് യേശു ക്രിസ്തുവിന്റെ ദൈവികത്വത്തെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ പോയി എന്നുള്ള ഒരു തെറ്റ് അവരുടെ ഭാഗത്തു നിന്നുള്ള. പക്ഷേ ഈ ബെഞ്ചമിൻ നെതന്യാഹു പല സന്ദർഭത്തിലും ക്രൈസ്തവരുടെ ക്രിസ്മസിന്റെ ഒക്കേഷനിലൊക്കെ ക്രൈസ്തവരെ വിഷ് ചെയ്തതായിട്ട് ഞാൻ കേൾക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തില് ക്രൈസ്തവരോട് ഏറ്റവും കൂടുതൽ നല്ല മനോഭാവമുള്ള ഒരു വ്യക്തിയാണ്. നമുക്കറിയാമല്ലോ, അവർ അമേരിക്കയിലൊക്കെ ധാരാളം ആളുകളുണ്ട്. അപ്പം ആ ഒരു രീതിയിലാണ് ഇപ്പോൾ അവര് എത്തിച്ചേരേണ്ടുന്നത്. കർത്താവിനെ അവര് അംഗീകരിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഒരുപാട് പേര് അവരുടെ കൂട്ടത്തിൽ തന്നെ മശിഹാ ജൂയിഷ് ഉണ്ടല്ലോ, അല്ലെ? യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരുപാട് യഹൂദന്മാരുണ്ട്. ഓക്കെ, അതിനൊന്നും അവർക്ക് എപ്പോഴും ഇല്ല. അതാണ് രസം. അവരുടെ കൂട്ടത്തിൽ നിന്ന്
അവരുടെ കൂട്ടത്തിൽ നിന്നായിരുന്നല്ലോ യേശു ക്രിസ്തുവിന്റെ ശിഷ്യഗണമൊക്കെ യഹൂദന്മാർ തന്നെ ആയിരുന്നല്ലോ. അപ്പം ആ അതെ 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 യഹൂദന്മാരായിരുന്ന നമ്മളെ പഠിപ്പിച്ച രക്ഷാവചനം കൊണ്ടാണ് നമ്മൾ ഈ വിധത്തിൽ എത്തിച്ചേരാൻ ഇടയായി തീർന്നത്. അതിൽ അവരോട് നമുക്ക് നന്ദിയും കടപ്പാടും ഉണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല, ഇറാന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇറാന് ദൈവിക ബുദ്ധി എൽ- ഉണ്ടാകണം, ദൈവിക അച്ഛാ ജ്ഞാനം ഉണ്ടാകണം. എല്ലാ ആ ദിവസവും ഞാനൊക്കെ ലോക രാഷ്ട്രങ്ങൾ ഇറാന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്, സമാധാനം ഉണ്ടാകാൻ, യുദ്ധങ്ങൾ ഒഴിവായി ലോകത്ത് സമാധാനം ഉണ്ടാകാൻ. നമ്മള് പലസ്തീനെന്നോ അല്ലേ ഗാസയെന്നോ നമുക്കങ്ങനെ തിരിച്ചു വ്യത്യാസമൊന്നുമില്ല, എല്ലായിടത്തും മനുഷ്യരാണ്. പക്ഷേ അതെ യഹൂദന്റെ വിശ്വാസമാണ് ഒരു പരിധിവരെ ഈ സംഭവവാസങ്ങളുടെ കാരണം ഇങ്ങനൊരു ചതി വരുമെന്ന് അവര് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അവര് എല്ലാരും വിശ്വസിച്ചു. ആ വിശ്വാസമാണ് ഒക്ടോബർ 7 സംഭവവാസങ്ങളുടെ കാരണം. അവർ കുറച്ചുകൂടെ ജാഗ്രത പുലർത്തിയിരുന്നെങ്കിൽ അത് ഒഴിവായേനെ. അവര് പലസ്തീനെയും ഇവിടെ ഒന്ന് ജോലി ചെയ്തു പോകുന്ന ആൾക്കാര് നല്ല ഉയർന്ന വേതനം, വെള്ളം അവർക്ക് കൊടുക്കുന്നു, വൈദ്യുതി അവർ കൊടുക്കുന്നു. കൊറോണ വന്നപ്പോ വാക്സിൻ കൊടുത്തത് ഇസ്രയേലാണ്. അങ്ങനെ എല്ലാ സഹായവും ചെയ്യുന്നിടത്ത് അച്ഛൻ ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചോ? മാത്രമല്ല, അവരുടെ അവരെല്ലാരും കടങ്ങള് സ്നേഹിച്ചു, എല്ലാരും അവരുടെ വിശ്വസിച്ചു. കടങ്ങളും വീട്ടുന്ന ഇസ്രായേലല്ലേ? അവരുടെ കടങ്ങളും അതെ അതെ പൊതുക്കടവും അതെ. വീട്ടിൽ കൊടുക്കുന്ന ഇസ്രായേലാണ്. അല്ല, ഇവരെല്ലാരും വിശ്വസിച്ചു, എല്ലാരെയും സ്നേഹിച്ചു. അതിന് കിട്ടിയ പ്രതിഫലമാണ് ഒക്ടോബർ 7. എന്നിട്ട് ആ രാജ്യത്തെ നമ്മൾ തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ പറയുന്നത് എങ്ങനെയാ? അങ്ങനെയാണ് ഇപ്പൊ പകൽഗാമില് കാശ്മീരിലുണ്ടായ സംഭവത്തിന് നമ്മൾ പാകിസ്ഥാനോട് യുദ്ധം ചെയ്തില്ലേ? നമ്മളും തെമ്മാടി രാഷ്ട്രമല്ലേ? അങ്ങനെ വരുമ്പോ ഇന്ത്യ അതിലേറെ അതെ സംഭവമല്ലേ ഇവിടെ ഉണ്ടായത്? 3 മാസം അതെ അതെ പ്രായമുള്ള കൊച്ചിനെടുത്ത് ഓവന്റെ അകത്തിടുക, ഒരു വീട്ടിലോട്ട് കയറി വരിക, മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് സ്വന്തം കുഞ്ഞുങ്ങളുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് കൈയും കാലും വെട്ടി അവരെ കൊല്ലുക. എന്താ നടന്നത് ഇവിടെ നടന്നത്? അതിലും വലിയ ഭീകരത എന്താ ലോകത്ത് നടക്കാറുള്ളത്? തലങ്ങും വിലങ്ങും വെടിവെച്ച് കൊന്നു ആൾക്കാരെ, പെണ്ണുങ്ങളെ കൂട്ട ബലാത്സംഗം ചെയ്ത് കാലെ കയറി കെട്ടി റോഡിലൂടെ വലിച്ചുകൊണ്ട് നടന്നു. ഇത് തെറ്റല്ലേ? അപ്പൊ ഈ രാഷ്ട്രം പക്ഷെ പ്രതികരിക്കണ്ടെന്നാണോ ഇവര് പറയുന്നത്? ക്ഷമിച്ചു വെക്കണമെന്ന്? പക്ഷേ അതൊന്നും തന്നെ ഈ നാട്ടിൽ ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല. അവർ മനസ്സിലാക്കുന്ന മുഴുവൻ 45,000 പലസ്തീനികളെ കൊന്നു. പക്ഷെ ആ പലസ്തീനികളെ അവർ തന്നെയാണ് കൊല്ലുന്നത്. ഈ ഹമാസ് തന്നെയാണ് ഈ പലസ്തീനികളെ പലപ്പോഴും വധിക്കുന്നത് എന്നുള്ളതും ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ലെന്നുള്ള ആ ഒരു ഖേദമുണ്ട്. അച്ഛാ, ഇന്നലെ മെനിങ്ങാന്ന് ഇവിടെ ഗാസയിലുള്ള ഏതോ വലിയൊരു ഹോസ്പിറ്റലിന്റെ അടിയിലോട്ട് ഇവര് ഈ സിമെന്റ് കലക്കിയിട്ട് ഒഴിച്ചിട്ട് ആ തുരങ്കം അടച്ചു കളഞ്ഞിരിക്കുക. കാരണം ആ തുരങ്കം പൊട്ടിച്ചാൽ ഈ ഹോസ്പിറ്റൽ അടക്കം പോകും. ഹോസ്പിറ്റലിന്റെ അടിയിൽ ഒളിത്താവളങ്ങള്, സ്കൂളുകളുടെ അടിയിൽ ഒളിത്താവളങ്ങള്, ഇങ്ങനെ ആൾക്കാർ കൂടുന്ന എല്ലാ മേഖലകളിലും ഭൂമിക്കടി തുരങ്കം ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ ഉള്ളിലാണ് കയറിയിരിക്കുന്നത്. എന്ത് ചെയ്യും ഇവര്? ഇവരിവിടുന്ന് മിസൈൽ ഓട്ടോമാറ്റിക്കായിട്ട് എവിടുന്ന് മിസൈൽ വന്നു അങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മിസൈൽ പോകും. പോയി അത് പൊട്ടിത്തെറിക്കും. അത് ആൾക്കാർ കൊല്ലപ്പെടും. അതിന് ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇലക്ട്രോണിക്കിന്റെ ആധുനിക സിസ്റ്റമാണത്. അങ്ങനെയാണ് അത് സംവിധാനം ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് എനിക്ക് അപ്പൊ തോന്നുന്നത് ആൾക്കാർ മരിക്കും. അലക്സേട്ടൻ പറഞ്ഞത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കേൾവിക്കാർക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അതായത് ഹമാസിന്റെ പക്കൽ നിന്ന് ഹമാസ് ഒരു മിസൈൽ ഇങ്ങോട്ട് വിടുകയാണെങ്കിൽ ആ മിസൈലിനെ ഡേവിഡ് കോട്ടു അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന അയൺ ടൂംബോ അത് തടഞ്ഞു നിർത്തുകയും എവിടുന്നാണോ ഇത് ഉത്ഭവിച്ചത് അതേ സ്ഥലത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇസ്രായേലിൽ നിന്ന് ഒരു മിസൈൽ ചെല്ലുകയും ചെയ്യും മിസൈൽ അല്ലെ? വരും, അങ്ങനെയല്ലേ പറഞ്ഞു? ചെല്ലും. മിസൈൽ വരും. അത് തന്നെയാണ് പ്രതിരോധ അപ്പം സംവിധാനം അങ്ങനെയാണ്. അതെ, അപ്പൊ അവിടെയുള്ള ആളുകളെ ഇവർ പലപ്പോഴും സ്കൂളുകളുടെ അടിയിൽ നിന്ന്, ഇപ്പൊ അലക്സേട്ടൻ പറഞ്ഞ പോലെ സ്കൂളുകളെയും അതുപോലെ ഹോസ്പിറ്റലിനെയും ഒക്കെ ഒരു കവചമാക്കിക്കൊണ്ട്, രക്ഷാ കവചമാക്കിക്കൊണ്ട് അത് അവിടെ തന്നെ, നിന്നാണ് ഇവർ മിസൈൽസ് ഒക്കെ വിടാറുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാശനഷ്ടങ്ങളൊക്കെ ആ ഉണ്ടാകുന്നത്. കാഷ്വാലിറ്റി അതെ അതെ ഉണ്ടായിട്ട് അതെ. കിടന്നിട്ട് പിന്നീട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് നിലവിളി കൂട്ടുന്നു. അച്ഛാ, ഇപ്പം ഗാസയിലുള്ള ആൾക്കാര് ഹമാസിനെതിരെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളും പരിപാടികളോടെ നടക്കുന്ന നമ്മൾ കണ്ടതല്ലേ ചാനലിലൂടെ? പക്ഷെ ഇസ്രയേലിന് ഇവിടെ അനുകൂലമായിട്ട് അതൊന്നും അവർ നിൽക്കുന്നത്. പ്രതികരിക്കുന്നില്ല. അലക്സേട്ടാ, നമ്മുടെ കേരളത്തിൽ അത്തരം കാര്യങ്ങൾ അങ്ങനെ കണ്ടിരുന്നെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാര് ഇത്തരം വിഡ്ഢിത്തരങ്ങൾ പുലമ്പുകയില്ലായിരുന്നു എന്നുള്ളതാണ് മിക്ക ആളുകളും പറയുന്നത്. അവിടെ നടക്കുന്ന, വാസ്തവത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു നിമിഷം പോലും ഇവർ ചിന്തിക്കുന്നില്ല. ഇവരുടെ ധാരണ, ഇപ്പൊ ഞാൻ അച്ഛാ, ഇന്നലെ പറഞ്ഞ പോലെ ഈ ഇറാനില് ഷിയ മുസ്ലിംസ് ആണ്. ഷിയാക്കൾക്ക് ഏറ്റവും ശത്രുക്കളാരാ? സുന്നികളാ, യഹൂദികളല്ല. സുന്നികള് അതേപോലെ സുന്നികൾക്ക് ഏഹ് ഏറ്റവും വലിയ ശത്രുക്കളാരാ? ഷിയാക്കളാണ്. പക്ഷേ അത് ആ മനസ്സിലാക്കാതെ ഇവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഇറാൻ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, ഇസ്രായേലിന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രം, ഇറാൻ നല്ല രാജ്യം. അതിപ്പം സുന്നികളുടെ ഇടയിൽ ഭയങ്കര പ്രശ്നം ചർച്ചയാക്കിയിരിക്കുക. സുന്നികള് ഈ പറഞ്ഞ ഇസ്രേ ആ മന്ത്രിമാരെ ഇട്ട് പൊരിച്ചുകൊണ്ടിരിക്കുക. അച്ഛാ, ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന് ജീവിക്കാൻ നിവൃത്തിയില്ലായിട്ടാണ് അവർ പ്രതിരോധിക്കുന്നത്. ഒരു രക്ഷയില്ല.
കാരണം ഒരു തലയ്ക്കുന്ന ഹൂതികള്, ഒരു തലയ്ക്കുന്ന ഹമാസ്, ഒരു തലയ്ക്കുന്ന ഹിസ്ബുള്ള, ഇവർ ഈ കൊച്ചു രാജ്യം എങ്ങനെ ജീവിക്കും? 80 ലക്ഷം, 1 കോടിയുടെ താഴെയുള്ള ആൾക്കാര്, നമ്മുടെ കേരളത്തിന്റെ പകുതിയുള്ള ഒരു രാജ്യം. ഈ കിണത്തിന് യേശുക്രിസ്തുവിനും മുഹമ്മദ് നബിക്കും മുൻപേ ഉള്ള ഒരു രാജ്യമാണ് യഹൂദന്മാരുടെ രാജ്യം. ആ ജനതയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങണ്ടേ? സ്വസ്ഥമായിട്ട് അവരെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അയക്കണ്ടേ? ഇവരാർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല. നമ്മളറിയാലോ, നമ്മുടെ ക്രിസ്തു അതുകൊണ്ടാണ് മതവും ഇസ്ലാം മതവും ഉണ്ടാകുന്നതിന് മുമ്പുള്ളതാണ് യൂതന്മാര്. അവരെ നമ്മൾ ജീവിക്കാൻ അതുകൊണ്ടാണ് അയച്ചാൽ മതി. അതുകൊണ്ടാണല്ലോ അവർ യുദ്ധം ചെയ്യുന്നത് തന്നെ. അതിനെ ന്യായീകരിക്കാനായിട്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് ജീവിക്കണം, ജീവിക്കാൻ വേണ്ടിയാണ് ആ ഞങ്ങൾ പോരാടുന്നത്, അല്ലാതെ പോരാടാൻ വേണ്ടി അത് അല്ല അവർ ജീവിക്കുന്നത്. എന്നാൽ ഹമാസ് അത് പോലുള്ളവര് പോരാടാൻ വേണ്ടി ജീവിക്കുന്നവരാ. നെതന്യാഹുവിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ. ഞങ്ങളുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണം. ശരിയല്ലേ? ഇതിങ്ങനെ 4 തീർച്ചയായിട്ടും കളിക്കുന്ന ഇങ്ങനെ പ്രശ്നമായാലും ഇവരെങ്ങനെ ജീവിക്കും? ഒന്നെങ്കിൽ ഇവര് തീർച്ചയായിട്ടും ദേശം വിട്ടു പോകണം, അതല്ലെങ്കിൽ ഇവര് പ്രതിരോധിക്കേ രക്ഷയുള്ളൂ. നമ്മളിപ്പോ ഒരു അങ്ങാടി മാത്രമല്ല നിൽക്കുമ്പോൾ നമ്മളെ ഒന്ന് ആക്രമിച്ചു, നമ്മൾ ഓടി നമ്മുടെ പറമ്പിൽ കയറി. പറമ്പിൽ വന്ന് ആക്രമിക്കാൻ നമ്മൾ നമ്മുടെ വീട്ടിൽ കയറി. നമ്മുടെ വീട്ടിൽ നമുക്ക് ജീവിക്കാൻ നിവർത്തിയില്ല, എന്ത് ചെയ്യും? പിന്നെ നമ്മൾ പ്രതിരോധിക്കല്ലാതെ. അതേ അവസ്ഥയാണ് ഇസ്രായേലിന്റെ. അതിന് കാരണം ഈ വാസ്തവത്തില് ഇസ്രായേലിന്റെ ഈ നല്ല നിലപാടുകൾ ദൈവത്തിന്റെ പരിപാലനം കൊണ്ട് മാത്രമാണ് അവർ ജീവിച്ചിരിക്കുന്നത്. മാത്രമല്ല, നിരീശ്വരവാദികളോടൊക്കെ ഞാൻ എപ്പോഴും ചലഞ്ച് ചെയ്യാറുള്ള ഒരു കാര്യം, ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ ഇസ്രായേലിലേക്ക് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഇസ്രായേല് ഇന്നും ഒരു രാഷ്ട്രമായിട്ട് നിലനിൽക്കുന്നെങ്കിൽ അതിന്റെ ഏക കാരണം ദൈവം, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുന്നുവെന്നും ആ ദൈവം ഇസ്രായേലിന്റെ രക്ഷകനാണെന്നും കൂടെ അവർക്ക് ബോധ്യമാക്കി കൊടുക്കുക, ലോകത്തിന്, സർവ്വലോകത്തിനും ബോധ്യമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ രാജ്യത്തെ നിലനിർത്തിയിരിക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇറാൻ ഏകദേശം അവരുടെ യുദ്ധം നിർത്താൻ ചാൻസ് ഉണ്ടോ? അവരിപ്പം അവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്, മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് യുദ്ധം നിർത്താനായിട്ട് മധ്യസ്ഥ അണയ്ക്കണം, നിങ്ങൾ മധ്യസ്ഥരായി തീരണം എന്ന് പറയുന്നു. ഇറാനോട് ആഭിമുഖ്യമുള്ളതായിട്ടുള്ള റഷ്യ പറയുന്നു ഇസ്രായേലിന് വേണ്ടി ഞങ്ങള് വാദിക്കാം. ഇസ്രായേലിനെ അവർക്ക് വേണം, ഇറാനെയും വേണം, ഇറാന് വേണ്ടി വാദിക്കാം. പക്ഷേ അമേരിക്ക പറയുന്നു നിരുപാധികം നിങ്ങൾ കീഴടങ്ങണം. ആയത്തുള്ള ഖമേനി പറഞ്ഞിരിക്കുന്നു ഇല്ല, ഞങ്ങൾ കീഴടങ്ങുകയില്ല. അപ്പൊ എവിടെ ചെന്ന് അവസാനിക്കും അലക്സിയേട്ടന്റെ അഭിപ്രായത്തിൽ ഈ യുദ്ധം? അച്ഛാ, ഇത് അവിടെ ഒരു ഭരണമാറ്റം കൂടിയേ ഇത് അവസാനിക്കുള്ളൂ. എന്താണേലും അവിടെ മുൻപ് ഭരിക്കുന്ന ഷാ ഭരണകൂടത്തിന്റെ ഏതോ ഒരു മകനുണ്ടല്ലോ അമേരിക്കയിൽ ഇരിപ്പ്. അതെ, ആ ഷാ ഭരണത്തിലേക്ക് ഇറാൻ തിരിച്ചു വരും, അതല്ലെങ്കിൽ ജനാധിപത്യത്തിലേക്ക് വരണം. ഇയാൾ ഭരണം ഒഴിയാതെ ഒരു കാരണവശാലും അവിടെ സമാധാനം ഉണ്ടാവില്ല. കാരണം ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ഇനി ഇതേ നയങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇനി കൂടുതൽ ക്രൂരമായിട്ടായിരിക്കും അടുത്ത സമീപനങ്ങൾ. അപ്പം ഇറാനിൽ ഒരു ഭരണമാറ്റം നിർബന്ധമാണ്. ആ ഭരണമാറ്റത്തോടുകൂടി ഒരു ജനാധിപത്യ ഭരണ വ്യവസ്ഥിതി ഇറാനിൽ വന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. ഇസ്രയേലും ഇറാനും വീണ്ടും സഹോദരങ്ങളെ പോലെ മുൻപ് ജീവിച്ച പോലെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുന്നേറാം. ഇവിടെ ഈ ഇസ്രയേലിന്റെ സാങ്കേതിക വിദ്യ നമുക്കറിയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ സാങ്കേതിക വിദ്യ ലോകത്തിന് മാനവരാശിക്ക് സംഭാവന ചെയ്യുന്ന യഹൂദനാണ്. ഇവരുടെ സാങ്കേതിക വിദ്യ എല്ലാവരും ഉപയോഗിച്ച് എല്ലാവരും വളരാനാണ് ശ്രമിക്കേണ്ടത്. അവിടെ യഹൂദനെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നുള്ള വകഭേദമല്ല വേണ്ടിയത്. എല്ലാവരും തോളെ കൈയിട്ട് ഒന്നായിട്ട് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് എല്ലാവരും വളരണം, എല്ലാവരും സ്നേഹത്തിൽ ജീവിക്കണം. അങ്ങനെ സമാധാനമുള്ള ഒരു ലോകം ഇവിടെ ഈ ഭൂമിയിൽ ഉണ്ടാവണം. അതാണ് വേണ്ടിയത്. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റും വെച്ചാ? അതെ, തീർച്ചയായിട്ടും. മാത്രമല്ല, ഇറാനും ഇറാഖും കൂടെയുള്ള യുദ്ധത്തില് 90കളുടെ 92 മുതൽ 98 വരെയുള്ള കാലഘട്ടത്തിലെ ആ യുദ്ധത്തിൽ ഇറാനെ സപ്പോർട്ട് ചെയ്തത് ഇസ്രായേലാണ്. ഇറാൻ ഇന്ന് നിലനിൽക്കുന്ന തന്നെ അന്ന് ഇസ്രായേൽ അവർക്ക് വേണ്ടുന്ന എല്ലാ ആയുധങ്ങൾ കൊടുക്കുകയും പിൻബലം കൊടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ നന്ദി പോലും ആ ജനത്തിനില്ല എന്നുള്ളതും കൂടെ ഈ സമയത്ത് നമ്മൾ ഓർക്കണം. ആയത്തുള്ള ഖൊമേനിയുടെ അദ്ദേഹത്തെ കൊല്ലാതിരിക്കുന്നതിന്റെ കാരണം അദ്ദേഹം വധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇസ്രായേലിനോട് അവിടുത്തെ ജനങ്ങൾക്കൊക്കെ നന്ദി ഉണ്ടായിരിക്കുമെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മകൻ അതിനേക്കാളും ക്രൂരനായിട്ടുള്ളവൻ അവൻ ആയത്തുള്ളിയായി മാറും. അതുകൊണ്ടാണ് അവര് അദ്ദേഹത്തെ വധിക്കാതിരിക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകളും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു. എന്താണ് സത്യം എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അമേരിക്ക അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാൻ അറിയില്ല, കാരണം നമുക്ക് അത്രയും രാഷ്ട്രീയം അറിയില്ലല്ലോ. എന്താണേലും ഖൊമൈനി ഭരണം മാറണം, അത് നിർബന്ധമാണ്. അത് മാറിയിട്ടേ ഇത് പ്രശ്നങ്ങൾ തീരുള്ളൂ. ഓക്കെ, 2 കാരണത്താലാണ് ഈ യുദ്ധം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള നിരീക്ഷകന്മാർ പറയുന്നു. ഒന്ന്, അവരുടെ സമ്പുഷ്ട ഈ യുറേനിയം കളക്ട് ചെയ്തിരിക്കുന്നത്
യുറേനിയം 80%, 60 നമ്മൾ ഇതുവരെ ധരിച്ചു വെച്ചിരുന്നത്. എന്നാൽ ഇന്ന് കൃത്യമായ റിപ്പോർട്ട് വന്നിരിക്കുന്നു, 81% സമ്പുഷ്ട യുറേനിയം അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അത് ആർക്കും നശിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലാണ് അവരത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അവിടേക്ക് ഇസ്രായേലിന് കയറി ചെല്ലാൻ കഴിയില്ല, അല്ലെങ്കിൽ നശിപ്പിക്കാൻ കഴിയില്ല. അതിന് പറ്റിയതായിട്ടുള്ള ഈ അത് പൊട്ടിച്ച് ആഴത്തിലേക്ക് പോകാവുന്ന ബങ്കറുകളുള്ള വലിയ വലിയ മിസൈൽസും അതിനുള്ള ബ്ലാസ്റ്റിംഗ് ബോംബുകളൊക്കെ അമേരിക്കയ്ക്കുണ്ട്. അതിന് 3000-ഓളം പൗണ്ട് കനമുള്ളത് കൊണ്ട് അത് അമേരിക്ക തന്നെ ഇടപെട്ടെങ്കിലും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അമേരിക്ക അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ യുറേനിയത്തെ മുഴുവനായിട്ട് അവർക്ക് തകർക്കാൻ കഴിയും. വേറൊരു വാർത്ത ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ, അതും വളരെ കൃത്യമായിട്ട് വരുന്ന വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുമൈനിയെ അദ്ദേഹത്തിന്റെ അധികാരത്തിൽ നിന്ന് മാറ്റിയിട്ട് അദ്ദേഹത്തിന്റെ എതിരാളി ഒരു മതപണ്ഡിതനുണ്ട്, അദ്ദേഹത്തെ അധികാരത്തിൽ കൊണ്ടുവരണമെന്നുള്ളതാണ്. അവിടെ ഷായുടെ ഭരണം വരരുതെന്ന് അവിടുത്തെ ഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാ എന്ന് പറയുന്ന ഒരു രാജാവാണ്, രാജഭരണത്തിലേക്കായിരിക്കും അവർ പോകുന്നത്. അവിടെ ജനാധിപത്യ സമ്പ്രദായത്തിലേക്ക് ആ രാജ്യത്തെ, നേരത്തെ അലക്സേട്ടൻ പറഞ്ഞതുപോലെ നെതന്യാഹു പറഞ്ഞിരിക്കുന്ന ജനാധിപത്യ സമ്പ്രദായത്തിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുവന്നാൽ മാത്രമേ ഇസ്രായേലിന് മാത്രമല്ല സമീപ പ്രദേശത്തുള്ള എല്ലാ സുന്നി രാജ്യങ്ങൾക്കും സുഗമമായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ സൗദി അറേബ്യ ആണെങ്കിലും, അതേപോലെ തന്നെ മറ്റ് ഒമാനായിരുന്നാലും, മറ്റ് ബഹറിനായിരുന്നാലും, UAE ആയിരുന്നാലും ഒക്കെ വളരെ ഭയത്തോടുകൂടി തന്നെയാണ് കഴിഞ്ഞുകൂടുന്നത്. ഏത് സമയത്തും ഈ ഭ്രാന്തൻ ഖുമൈനി എന്തും ചെയ്യാനായിട്ട് മടിക്കാത്തവനാണ് എന്നൊരു ധാരണ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പരിഹാരം അലക്സേട്ടൻ പറഞ്ഞ പോലെ ജനാധിപത്യ സമ്പ്രദായം അവിടെ വരട്ടെ, നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യങ്ങൾ മുഴുവനും ഐക്യത്തിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും കഴിയാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഇടയാക്കട്ടെ. അലക്സേട്ടൻ എത്രയും നേരം ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തതിൽ, അവിടുത്തെ വിവരങ്ങൾ കൃത്യമായി തന്നതിൽ ഒരുപാട് പുതിയ ഇൻഫർമേഷൻ ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകർക്ക് അത് വളരെ പ്രയോജനപ്പെടും. അലക്സേട്ടനെയും കൂടെയുള്ള എല്ലാ സഹപ്രവർത്തകരെയും കർത്താവ് പരിപാലിക്കട്ടെ. ആർക്കും ഒരു നാശമോ നഷ്ടമോ കൂടാതെ വണ്ണം സൂക്ഷിക്കുകയും ചെയ്യട്ടെ. നന്ദി, നമസ്കാരം. ഓക്കെ അച്ഛാ, ഓക്കെ.